നമ്മൾ ഇന്ന് ആപ്പിൾ ജാം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആപ്പിൾ കനം കുറച്ച് സ്ലൈസ് ചെയ്ത് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ആപ്പിൾ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലെയർ ആയിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മേലത്തെ ലെയറിലേക്ക് മാത്രമേ പഞ്ചസാര ഇടുന്നുള്ളൂ കേട്ടോ. ഇതേ ഒരു 4 പീസ് പട്ട എടുത്തിട്ടുണ്ട്. ഇത് ഈ ബിരിയാണി പോട്ട് നിറച്ചുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും പട്ട എടുത്തിരിക്കുന്നത്. അതിടാം. ഇനി ഞാൻ 1 കപ്പ് തിളച്ച വെള്ളമാണ് കേട്ടോ അതും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ആപ്പിൾ നന്നായി വേവിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യണം. 4 പട്ട ഞാൻ എടുത്തത് അതെടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഫ്ലേവർ ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കി എടുക്കുക. ഇതിപ്പോ നമ്മൾ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇത് നമ്മൾ നന്നായി ഉടച്ചിട്ട് ഈ പൾപ്പ് അങ്ങനെ തന്നെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇടയ്ക്ക് നമുക്കൊന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്നുമില്ല, നന്നായി ആവശ്യത്തിന് പഞ്ചസാര ഇടുക. ലെമണിൻ്റെ നീര് വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ നമ്മളുടെ ഈ ആപ്പിളിന് അത്യാവശ്യം ചെറിയ പുളി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഒഴിക്കുന്നില്ല. നല്ല മധുരമുള്ള ആപ്പിളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇത്തിരി ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര എടുക്കുക. നന്നായി ഇതിലത്തെ ഒന്നുകൂടി ഉള്ള ജലാംശം ഫുള്ള് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ ജാം റെഡി.